ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോ ആൾക്കാർ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇതൊന്നും ഉള്ളതല്ല, ഇല്ലാത്തതാണ്, ഇസ്ലാമിനോട് വെറുപ്പായതുകൊണ്ട് ആണ് ഇവരിത് പറയുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മള് ഇസ്ലാമിലെ ഉള്ള അനാചാരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, അതെന്താ ഇസ്ലാമില് മാത്രമേ ഉള്ളോ, മറ്റു മതങ്ങളിൽ ഇല്ലേ? നിങ്ങൾ എന്തിനാണ് മോഷ്ടിച്ചത്, മറ്റവനും മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ അവനവൻ ചെയ്യുന്ന തെറ്റുകളെ മറച്ചു വെച്ചിട്ട് അവരന്റെ തെറ്റുകൾ വലുതാക്കി കാണിക്കുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനവന്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം അപരന്റെ കണ്ണിലെ കരടെടുക്കാൻ. അതാണ് ചുരുക്കം. അപ്പോ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന രീതിയാണ് നമ്മൾ കണ്ടതെല്ലാം. ഇസ്ലാമിലെ മതഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് ഈ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്, അർത്ഥങ്ങളുടെ പ്രശ്നമാണ്, പരിഭാഷകളുടെ പ്രശ്നമാണ്, ജാമിത മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ് എന്ന് കൊട്ടിഘോഷിച്ചവരോട് ചിലത് ചോദിക്കാനുണ്ട്. ജാമിത പറഞ്ഞത് തെറ്റാണെങ്കിൽ, കളവാണെങ്കിൽ, ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് ജാമിത പറഞ്ഞ ഒരു ക്ലിപ്പ് എടുത്തു വെച്ച് മറുപടികൾ പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളുടെയൊക്കെ ക്ലിപ്പുകൾ വെച്ചിട്ട് തന്നെയാണ് മറുപടി പറയുന്നത്. ഒരു പോയിന്റ് പോലും പുറകോട്ട് പോയിട്ട് വീണ്ടും മുന്നോട്ട് വരിക എന്നുള്ളതല്ലാതെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാറേയില്ല. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ അസംബന്ധങ്ങൾക്കും എനിക്ക് മറുപടി ഉള്ളത് കൊണ്ട് തന്നെ, ഈ വിവരക്കേടുകൾ പൊതുസമൂഹത്തോട് തുറന്നു കാണിക്കാൻ എനിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഉസ്താദുമാർ മദ്രസയിൽ പോകുന്ന സകലമാന പെൺമക്കളെയും ആൺമക്കളെയും ഉപദ്രവിക്കാറുണ്ട്, ലൈംഗികമായി പീഡിപ്പിക്കാറുണ്ട്. പെൺകുഞ്ഞുങ്ങളെ വന്ന് ബെഞ്ചിൽ അടുത്തിരുന്ന് പതിയെ തോളിൽ കൈയിട്ട് ഉടുപ്പിനകത്തൂടി കൈയിട്ട് പിടിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെറുതെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞവരോട് എനിക്കിന്ന് ചിലതുകൂടി പറയാനുണ്ട്. ഞങ്ങൾ മദ്രസയിൽ പഠിച്ചതാണ്, പഠിപ്പിച്ചതാണ്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നിന്നതാണ് കാലങ്ങളോളം. അതുകൊണ്ട് അറിയാം, പെൺകുട്ടികളുടെ തൊടയിൽ നുള്ളുകയും കക്ഷത്തിൽ നുള്ളുകയും ചെയ്യുന്ന ഒരു രീതി ഉസ്താദുമാർക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എന്താണ് അവർക്ക് അതിൽ കിട്ടുന്ന ഒരു സുഖം എന്നറിയില്ല. ചില ഞരമ്പ് രോഗികളുണ്ട്, അവർക്ക് ദൃശ്യം സുഖമാണ്, സ്പർശനം സുഖമാണ്, ഭാവന അതിലേറെ സുഖമാണ്. അങ്ങനെ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഞരമ്പ് രോഗികളുടെ വില്ലന്മാരാണ് ഈ ഉസ്താദുമാർ. ശരിക്ക് ഉസ്താദുമാർ ചെയ്യേണ്ടത് എന്താണ്? സമൂഹത്തിൽ ധാർമ്മികത പഠിപ്പിക്കുക എന്നാണ് ഇവര് പറയുന്നത്. മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കേണ്ടതിന് പകരം ഇവരെന്താണ് പഠിപ്പിക്കുന്നത്? തീവ്രവാദമാണ് അത്രേ. മതഗ്രന്ഥങ്ങളിലുള്ളതും തീവ്രവാദം തന്നെയല്ലേ? ആ തീവ്രവാദമല്ലേ പുറം ലോകത്തെ അറിയിക്കാൻ ഉസ്താദുമാർ ശ്രമിക്കുന്നത്? അപ്പോ അവരെ നമ്മൾ വിവരക്കേട് പറയുന്നവരാണ് എന്ന് പറയും. ഉസ്താദുമാരുടെ പല രീതികളും വിമർശിക്കേണ്ടതാണെങ്കിലും ചില രീതികൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവൂ. ഇപ്പോ ഓൺലൈൻ വഴി മദ്രസ പഠനം വന്നപ്പോൾ മതം വിട്ടവനെ കൊല്ലണമെന്ന് പറഞ്ഞ ഉസ്താദ് വന്നു. ആ ഉസ്താദിനെ വിമർശിക്കാൻ ഒരു മതനേതാക്കളും വന്നില്ല. കാരണം ഇത് മതഗ്രന്ഥത്തിലുള്ളതാണ്. മതഗ്രന്ഥങ്ങളിൽ ഉള്ളത് അങ്ങനെ തന്നെ പറയുകയാണ് ഉസ്താദ് ചെയ്തത്. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും മോഷ്ടാവിന്റെ കൈ മുറിക്കണമെന്നും ഒക്കെ പറയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉള്ളതാണ്. ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങൾ അങ്ങനെ തന്നെ ഉസ്താദുമാര് പഠിപ്പിച്ചാൽ പോലും ഇവർ അംഗീകരിക്കില്ല. ഉസ്താദുമാർ എന്തുകൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നതും പീഡിപ്പിക്കുന്നതും? അവര് വായിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ഹദീസുകൾ വായിച്ചാൽ, ഖുർആനിന്റെ പരിഭാഷയും വ്യാഖ്യാനവും വായിച്ചാൽ ഏത് സൂക്ഷ്മതയുള്ള മുത്തഖിയും, ഏത് ആത്മവിശ്വാസമുള്ള, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം, അതായത് ഈമാനുള്ള ഏതൊരു മനുഷ്യനും അതങ്ങനെയൊക്കെ തോന്നും. കാരണം ഇതാണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. നബിക്ക് വളർത്തുമകന്റെ ഭാര്യയെ കെട്ടിച്ചു കൊടുത്തതും, അതുപോലെ നബിയുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുന്ന പടച്ചവനും, പിന്നെ ഹദീസുകളിലേക്ക് വന്നാൽ പറയാനുമില്ല.
ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് കുളിക്കാതെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കൈകെട്ടിയപ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാൻ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ലല്ലോ എന്ന്. അതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാർ എങ്ങനെയാണ് വഷളന്മാരല്ലാതാകുന്നത്? പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതായിരുന്നാലും വലിയവരെ പീഡിപ്പിക്കുന്നതായിരുന്നാലും ഇന്നോവ കുലുക്കുന്നവരായിരുന്നാലും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടത്തുന്നവരായാലും ശവഭോഗമാണെങ്കിലും മൃഗഭോഗമാണെങ്കിലും എല്ലാ പീഡനങ്ങൾക്കും നമ്മുടെ മദ്രസ ഉസ്താദുമാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. കാരണം എന്താ? ആ മേഖല ഉസ്താദുമാർക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൽ തൊട്ട് കളിക്കണ്ട എന്ന രൂപത്തിൽ ഇന്നും അവർ തന്നെയാണ് ആ മേഖലയിൽ നൈപുണ്യം നേടി വരുന്നതും പ്രകടിപ്പിക്കുന്നതും. അപ്പോൾ മദ്രസയിൽ നടത്തുന്ന പീഡനങ്ങൾ നമ്മൾ പറയുമ്പോ നമുക്ക് എന്തോ ഇസ്ലാമിനോട് ശത്രുതയുള്ളത് കൊണ്ട്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തത് കൊണ്ട്, അമുസ്ലിങ്ങളിൽ നിന്നും പണം വാങ്ങിയത് കൊണ്ടൊക്കെയാണ് മദ്രസയിൽ പീഡനം നടക്കുന്നു എന്ന് പറയുന്നെന്നായിരുന്നു ഇതുവരേക്കും ഉസ്താദുമാർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാത്ത, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ഒന്നും നിഷേധിക്കാത്ത, സ്വർഗത്തിലേക്ക് പോകാൻ റിസർവേഷൻ ടിക്കറ്റ് ലഭിച്ച, ഖുർആനും ഹദീസും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അംഗീകരിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉസ്താദ് പറഞ്ഞാലോ നിങ്ങൾ അത് അംഗീകരിക്കുമോ? അതോ ഉസ്താദിന്റെ സംഘടന നോക്കേണ്ടി വരുമോ നിങ്ങൾക്ക്? നമുക്ക് ആ ഉസ്താദിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അതിനകത്ത് കുറെ ബ്ലണ്ടർ ഉണ്ട്, അതും ഞാൻ പറയാം. എന്തായാലും നമുക്കത് കേൾക്കാം. വലിയ വലിയ മൊയ്ലിയാക്കന്മാരെ, അതായത് മൗലവിമാരെ പിടിക്കപ്പെടുന്നു. എന്തിനാണ് പിടിക്കപ്പെടുന്നത്? പീഡന കേസുകൾ. എന്താണ് അവർ ചെയ്ത തെറ്റ്? കുട്ടികളെ പീഡിപ്പിച്ചു. അതെന്തുകൊണ്ടാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദും ഒരു പള്ളിയിലെ ഉസ്താദാണ്. ആ ഉസ്താദുമാർക്ക് 18 കൊല്ലമാണ് തടവ്. ആര് തടവ്? ഇതാരാ പറയുന്നേ? ഉസ്താദ്. ഇസ്ലാമിന്റെ ശത്രുവല്ലല്ലോ, യുക്തിവാദിയല്ലല്ലോ, നിരീശ്വരവാദിയല്ലല്ലോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളല്ലല്ലോ, മുർത്തദല്ലല്ലോ. അദ്ദേഹമാണ് പറയുന്നത്. വലിയ വലിയ മൗലവിമാരെ പള്ളി ദർസുകളിൽ നിന്നും പിടിക്കപ്പെടുന്നു കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ, പ്രായപൂർത്തിയായാലും കുറ്റം തന്നെയാണ്, പീഡിപ്പിച്ചതിന്റെ പേരിൽ 18 വർഷമാണ് ഉസ്താദുമാർക്ക് തടവ് ശിക്ഷ വിധിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ ഇദ്ദേഹം ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പറയും. കാരണം എന്താ? നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ ആൾക്കാർ ഒരു ന്യൂനത ചെയ്താൽ അത് മറച്ചു വെക്കണ്ടേ? എന്നാലല്ലേ പരലോകത്തിൽ നമ്മൾ ചെയ്ത തെറ്റ് പടച്ചറബ് മറച്ചു വെക്കൂ. അതുകൊണ്ട് നമുക്കുള്ളവരുടെ ന്യൂനതകൾ നമ്മൾ സൈലന്റ് ആകണം എന്ന് പറയുമത്രേ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്ത് പിന്നാട്ടിലെ ആൾക്കാരാണെന്ന്. കേട്ടില്ലേ? ഒരു സ്വാമിയെ നമ്മൾ അടുത്തിടെ കണ്ടിരുന്നില്ല. ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ, അതായത് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ രതിവൈകൃതങ്ങൾക്ക് വിധേയമാക്കുന്ന ഉസ്താദുമാരുടെ ലിംഗം ഛേദിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമം എന്തായാലും പരിശുദ്ധ ഇസ്ലാമിനില്ല. ബലാത്സംഗത്തിന്റെ ശിക്ഷ പോലും ഇസ്ലാമിലില്ല.
വ്യഭിചാരിയായവരെ എറിഞ്ഞു കൊല്ലണം. അത് പെണ്ണുങ്ങളെ എറിഞ്ഞു കൊന്ന ചരിത്രമേ പ്രവാചകന്റെ ഹദീസുകളിലുള്ളൂ. അപ്പൊ പെണ്ണിനൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഒരു പുരുഷനില്ലേ, അവനെ കണ്ടെത്തണ്ടേ, അവനും കൊടുക്കണ്ടേ ശിക്ഷ? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനു വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ന പ്രവാചകൻ സ്ത്രീകളെ എറിഞ്ഞു കൊല്ലാനായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരാരും ശിക്ഷിക്കപ്പെട്ടില്ല. ലിംഗം ഛേദിക്കാൻ, അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലിംഗം ഛേദിക്കാൻ ഇസ്ലാമിൽ തെളിവില്ലെങ്കിലും ഉസ്താദിന്റെ അഭിപ്രായം അനുസരിച്ച് ഛേദിക്കണം. അപ്പൊ 72 ഹൂറികൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നവര് വരേക്കും ഇരുമ്പിന്റെ ജെട്ടിയിട്ടുണ്ടാ പോകുന്നത്. കാരണം ആ ഭാഗത്തൊന്നും സംഭവിക്കരുത്, അവിടെ പോയിട്ട് നമുക്ക് പരിപാടി ചെയ്യാനുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആൾക്കാര് വലിയ മാന്യന്മാരായിട്ട് ഇങ്ങനെ ചമഞ്ഞു നടക്കുകയാണ്. ഇനി അവരത് ചെയ്തു എന്ന് ആരെങ്കിലും വലിയ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് സ്വകാര്യമല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ, അവരുടെ ന്യൂനതകൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ പോരെ? പൊതുസമൂഹം എങ്ങനെയാണ് അവരെ കാണുന്നത്? അമുസ്ലിങ്ങളായ ആൾക്കാർ നമ്മളെ പോലും വ്യക്തിപരമായി ഈ കണ്ണുകളോടെയല്ലേ കാണുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഒരു സ്വകാര്യമാക്കി വെച്ചാ മതി, ആരും അറിയണ്ട എന്നായിരിക്കും ഉസ്താദുമാര് പറയുന്നത്. ഉസ്താദുമാർ മദ്രസകളിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ ഈ വിഭാഗം ആൾക്കാർക്ക് അഡ്രസ് ഇല്ലാതെയാകും, സംശയമില്ല. ഉസ്താദുമാരുടെ അഡ്രസ് നഷ്ടപ്പെട്ടു പോകും. കാരണം ഏതാണ്ട് 99% ഉസ്താദുമാരും ഈ കാറ്റഗറിയാണ് എന്ന് സമീപകാലത്തെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടവരാണ്. പകൽ മാന്യന്മാരായിട്ട് നടക്കുന്ന ഉസ്താദുമാർ രാത്രി കാലങ്ങളിൽ ദർസുകളിലെ മക്കളെ ഉറക്കാറില്ല. പറയാൻ തുടങ്ങിയാൽ ഒരു മദ്രസയിലെ വലിയ ഉസ്താദ്, അതായത് മൂത്ത കുഞ്ഞാട് മുട്ടനാട് മുതൽ തുടങ്ങേണ്ടി വരും. അയാള് ചെയ്തതാണ് അയാളുടെ താഴെയുള്ള ആള് ചെയ്യുന്നത്, അയാള് ചെയ്തതാണ് അതിന്റെ താഴെയുള്ള ആൾ ചെയ്തത്. അമ്മായിയമ്മ പോലെ ഈ അമ്മായിയമ്മ അനുഭവിച്ച യാതനയാണ് അവരവരുടെ മരുമകൾക്ക് സമ്മാനിക്കുന്നത്. നീ അങ്ങനെ സൂചിച്ച് ജീവിക്കണം, ഞാനും ഇതൊക്കെ അനുഭവിച്ചു വന്നതാണെന്ന് പറയാറില്ലേ? അതുപോലെ വലിയ ഉസ്താദ് മുതൽ വിമർശനം തുടങ്ങേണ്ടി വരും. ഇന്ന് പേടിയാ. അടയാളം പള്ളികൾ കാണുമ്പോൾ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്നത് ഭക്തിയാണത്രേ. ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് പള്ളി കാണുമ്പോൾ വിവരമുള്ള ജനങ്ങൾ പുച്ഛിക്കും, അവർക്ക് പരിഹാസം തോന്നും, സഹതാപം തോന്നും. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് അങ്ങാടിപ്പാട്ടാണ്. ദർസുകളിലാണ് ഒരു കുഞ്ഞ് ദർസിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ നോക്കുന്നത് രാത്രി കാലങ്ങളിൽ ഉസ്താദിന്റെ
കേളികൾക്ക് വിധേയനാകുന്ന ഒരു കുഞ്ഞായിട്ട് തന്നെയായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറെ സമൂഹം ചിന്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. അപ്പോ പള്ളികൾ എന്ത് തരത്തിലുള്ള ഭക്തിയുടെ അടയാളമായിട്ടാണ് മാറുന്നത്? അപ്പോ പള്ളികൾ എന്തിനുള്ള കേന്ദ്രങ്ങളാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം, നമ്മളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാമകേളികളിൽ അഴിഞ്ഞാടുന്ന ഉസ്താദുമാരെ തലയ്ക്കുന്നു മുതൽ പിടിച്ചു തുടങ്ങണം. ഇത്തരത്തിലുള്ള ഉസ്താദുമാരുടെ ദയനീയമായ അവസ്ഥ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകണം. ദയനീയം എന്ന് ഞാൻ പറയാനുള്ള കാരണം മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്. അവർക്ക് ഒരു വെളിവും വെള്ളിയാഴ്ചയുമില്ല. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചിട്ട് പോലും ഇവർ ചിന്തിക്കുന്നില്ല. മറ്റുള്ളവര് ചെയ്യുന്നത് പോലെയാണോ മതം പഠിച്ച ഞാൻ ചെയ്ത്? ഇവര് പഠിച്ചത് മതമല്ല, മതമാണ്. അല്ലെങ്കിൽ മതം പഠിച്ചിട്ട് മതം പൊട്ടിയവർ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാതെ അവരോട് ഈ രതി വൈകൃതങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഈ ഉസ്താദിന്റെ ചില വിഷയങ്ങളോട് എനിക്ക് നല്ലതുപോലെ യോജിപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, മദ്രസയിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഖുർആൻ പഠിപ്പിക്കണം. അതെ, പ്രത്യേകിച്ച് 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50, 51, 52, 53 പഠിപ്പിക്കണം. 9-ൽ 5 പഠിപ്പിക്കണം, 9-ൽ 111 പഠിപ്പിക്കണം, 9-ൽ 28. അങ്ങനെ ഒരുപാട് ഖുർആൻ വാചകങ്ങൾ ഈ കുഞ്ഞുങ്ങൾ പഠിക്കണം. അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ തന്റെ സഹോദരന്റെ മതം നോക്കി, ജാതി നോക്കി, സംഘടന നോക്കി എങ്ങനെ പിരടിക്കു വെട്ടാം എന്നീ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. ഹദീസുകൾ പഠിപ്പിക്കണം. എന്നാലേ എന്തുകൊണ്ടാണ് എന്റെ പ്രവാചകൻ ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നത്? 5 വയസ്സും 10 മാസവും മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ച ആളാണോ എന്റെ പ്രവാചകൻ? 1 മണിക്കൂർ കൊണ്ട് 11 ഭാര്യമാരെ അടുക്കി കിടത്തി അവരുമായി ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ട ആളാണോ എന്റെ പ്രവാചകൻ? എന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴും കുളിക്കാതെ 11 പേർക്കും മൊത്തത്തിൽ ഒരു കുളി കുളിച്ച ആളാണോ നമ്മുടെ പ്രവാചകൻ? എന്നൊക്കെ മക്കളൊന്ന് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതാണ് ഫിഖ്. അത് പഠിപ്പിച്ചാലാണ് കുഞ്ഞിന് മനസ്സിലാവുക. അതായത് ഞാൻ ഷാഫി മദ്ഹബുകാരനാണ് എന്ന് അവരോട് പറഞ്ഞാൽ അവര് പറയും, സ്വന്തം ബീജത്തിൽ ജനിച്ച കുഞ്ഞിനെ വിവാഹം കഴിക്കുന്നവനാണ് ഞാൻ എന്നവര് പറയും. സ്വന്തം കുഞ്ഞിനെ വരേക്കും, അതായത് ഇൻസെസ്റ്റ്, ഡയറക്റ്റ് ഇൻസെസ്റ്റ്. സ്വന്തം ബീജത്തിൽ ജനിച്ച കുഞ്ഞിനെ വിവാഹം കഴിക്കുന്നവനാണു ഞാൻ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലല്ലേ ഉള്ളത്? ശരിക്കും മദ്രസയിൽ ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഉസ്താദിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളോട് ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ ആട്ടി ഓടിക്കരുത്. എന്നാൽ അടുത്ത മദ്രസയിലെ പ്രമോഷനോട് കൂടി ഉസ്താദ് പോകും. ഉസ്താദ് വേറെ നോക്കും. അടുത്ത കുഞ്ഞിനെ ഇപ്പം പിടിച്ചത് 7 വയസ്സുള്ള കുഞ്ഞിനാണെങ്കിൽ അടുത്ത 6 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെ വശീകരിക്കാം? മറ്റത് 7 വയസ്സുള്ളതുകൊണ്ടാണ് വീട്ടിൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതും എനിക്ക് ആ മദ്രസയിൽ നിന്ന് കുത്ത് കിട്ടിയതും. അപ്പൊ ഇനി കുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ റിസർച്ച് ചെയ്യും. അതുകൊണ്ട് ആ ഉസ്താദുമാരെ നമ്മൾ അനുനയത്തിൽ പിടിക്കണം, അവരെ നന്നാക്കണം. ആരാ നന്നാക്കേണ്ടത്? ആ മദ്രസയിലുള്ള വലിയ ഉസ്താദായിരിക്കും. ഉസ്താദ് ഇത് കഴിഞ്ഞ് വന്നവരല്ലേ, പിന്നെ വരെ ആരും നന്നാക്കും? ഏത് ഉസ്താദുമാരും നന്നാക്കും? എല്ലാ ഉസ്താദുമാരും ഈ മേഖലയിൽ അഗ്രഗണ്യനാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി കിട്ടും. ഉസ്താദുമാരോട് ചോദിക്കണം, ഉസ്താദുമാരെ അപ്പണി ശരിയല്ല, അതുകൊണ്ട് നമ്മൾ മാറണ്ടേ? നമ്മൾ ഉസ്താദ് മാറിയിട്ടില്ല, വലിയ ഉസ്താദ് മാറിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കുഞ്ഞാട് മാറുന്നത്? ഇത് പഠിച്ചാലാണ് ശരിക്കും ഒരു മനുഷ്യൻ തീവ്രവാദിയായി മാറുന്നത്, ഭീകരവാദിയായി മാറുന്നത്. ലവലേശം ചിന്തിക്കാൻ കഴിവുള്ളവൻ മതം വിട്ടു മനുഷ്യനാകുന്നത്. അതുകൊണ്ട് അത് പഠിപ്പിക്കണം. അതായത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം. എന്നാലാണ് കുഞ്ഞിനെ പിടിച്ച് പീഡിപ്പിച്ചിട്ട് ഓടിപ്പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ മതി, പശ്ചാത്തപിച്ചാൽ മതി, അള്ളാഹു കൊടുക്കും.
എന്ത് വലിയ അപരാധം ചെയ്താലും ശരി നിങ്ങൾ എന്നെ കൈനീട്ട് ഞാൻ പരിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് കൊടുക്കണേ. എന്നിട്ട് പഠിച്ചോടെ 2 പുകഴ്ത്തലുകൾ. എന്ത്? ആദം ഒരു തെറ്റ് ചെയ്തു. എന്നിട്ട് ആദം എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് അങ്ങ് വീണു. എന്നിട്ട് കുറച്ച് വാചകങ്ങൾ പറഞ്ഞു. നീ കാരുണ്യവാനാണ് നാഥ, നീ പാപം പൊറുക്കുന്നവനാണ് റബ്ബേ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് നാഥ, നിന്നേക്കാൾ കാരുണ്യവാനും പരിശുദ്ധനുമായി ലോകത്തൊരു സൃഷ്ടാവുമില്ല പടച്ചോനെ, അതുകൊണ്ട് നീ എനിക്ക് പുറത്ത് തന്നേക്ക് പടച്ചോനെ. ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് പിടിച്ചിട്ടുണ്ട് റബ്ബേ, അല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയെ ഒന്ന് പീഡിപ്പിച്ചിട്ടുണ്ട് പടച്ചോനെ. എന്റെ ദർസിൽ ഉറങ്ങിക്കിടന്ന മക്കളെയൊക്കെ പിടിച്ചു പോയി തോണ്ടി വിളിച്ച് രാത്രി ഉറങ്ങാതിരുന്നിട്ട് പടച്ചോനെ അങ്ങ് പുറത്തള. അങ്ങനെ അപ്പൊ അങ്ങനെ ഈമാൻ ഇല്ലെങ്കിൽ, അതായത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തക്ക രൂപത്തിലൊരു മുട്ടനാടായ ഉസ്താദ് ആ മദ്രസയിൽ ഇല്ലെങ്കിൽ അകത്ത് പിടിക്കലും നടക്കും, പുറത്ത് പെടക്കലും നടക്കും. ഉസ്താദ് അനുഭവസ്ഥലാണ്. വ്യഭിചാരത്തെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഈ മേഖലയിൽ അഗ്രഗണ്യ പാണ്ഡിത്യം നേടിയിരിക്കുന്ന ഈ ഉസ്താദുമാര് പറയുക? എന്നാൽ ഇവരുടെയൊക്കെ പുറംപൂച്ച് ലോകമറിയില്ലേ? ഇവരെ തന്നെ ഇവര് വിമർശിക്കുന്നത് പോലെയല്ലേ, മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ? എന്തിന്? വ്യഭിചാരം പോയിട്ട് ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളെ കുറിച്ച് പോലും ഉസ്താദുമാര് പറയാറില്ല. ഉസ്താദുമാര് കൂടുതലായിട്ട് പറയും ഭർത്താവിന് ആവശ്യത്തിന് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിലേ നേരെ വെളുക്കുവോളം മലക്കുകൾ ശപിക്കും ഭാര്യയെ. കാരണം ഭർത്താവ് മുട്ടി നിന്നാൽ പിന്നെ പെണ്ണുപിള്ളേടത്തല്ലേ വരാൻ പറ്റുള്ളൂ. അവരുടെ ശാരീരിക ആവശ്യങ്ങൾ അപ്പൊ തന്നെ നിറവേറ്റി കൊടുക്കണ്ടേ, നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും. അതല്ലെങ്കിൽ മലക്കുകൾ വരേക്കും ഈ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കും. പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പുരുഷന് കുഴപ്പമില്ല. അപ്പോ നമ്മുടെ സമൂഹം മലിനമായില്ലേ എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ പരിശുദ്ധരായത്? എല്ലാ കാലത്തും നമ്മൾ മാലിന്യം തന്നെയാണ്. കാരണം മുഹമ്മദ് നബി ആണല്ലോ നമ്മളെ ഈ മതം പഠിപ്പിച്ചത്. ആ നബി തന്നെ പറ്റേ പോക്കായിരുന്നു. ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലാണ് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് നീ നിന്റെ ശരീരം ഇങ്ങനെ തന്നേരെ എന്ന് പറഞ്ഞു. പെണ്ണ് പറഞ്ഞപ്പോ പണി നോക്കണം. ആ പ്രവാചകന്റെ അനുയായികളല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് പറയുന്നത് ആരാണ്? ഉസ്താദാ പറയുന്നത്, യുക്തിവാദിയല്ല പറയുന്നത്. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. കുഞ്ഞിനെ പിടിച്ചോണ്ട് മാതാപിതാക്കൾ വരികയാണ് ഉസ്താദിന്റെ അടുത്തേക്ക്, വീണ്ടും അവിടെ തന്നെ വരുന്നത്. അതാണ് അതിലേറെ രസം. അപ്പോ എന്റെ കുഞ്ഞിന് രാത്രി ദർസിൽ അന്തി ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉസ്താദുമാരെ രതി വൈകൃതങ്ങൾക്ക് ഈ കുട്ടികളെ വിധേയമാക്കുന്നു. ഈ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ ഈ കുട്ടികൾ അതിന്റെ താഴെയുള്ള കുട്ടികളെ ഇത്തരം ലീലാവിലാസങ്ങൾക്ക് പാത്രമാക്കും. അങ്ങനെ നല്ല ഒരു സമൂഹത്തെയാണ് ഇവർ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ ഇതുവരേക്കും ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. യുക്തിവാദികളുടെ ശ്രമത്തിന്റെ ഫലമായി, യുക്തിവാദികളുടെ നിരന്തരമുള്ള വിമർശനങ്ങൾ കാരണം ഇപ്പോൾ ഈ ഉസ്താദ് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞു വന്നിരിക്കുകയാണ്. ഇനിയും ഇന്നോവ ഉസ്താദിനെ പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇന്നോവ ഉസ്താദ് വഴിതെറ്റുന്ന യുവതലമുറ എന്ന വിഷയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം എന്നിട്ട് സുഹൃത്തിന്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഇന്നോവയിൽ കൊണ്ടുപോയി കാട്ടില് കൊണ്ടുപോയിട്ട് കുലുക്കി
തൊഴിലുറപ്പുകാർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നത് പോലെയാണോ എന്നറിയില്ല. ഈ ഉസ്താദ് മാന്യനായിരിക്കും. അതെ, ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയും പിടിച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്റെ കുഞ്ഞിനെ രാത്രി സമാധാനമായി ഉറങ്ങാൻ ഈ ഉസ്താദ് വിടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ വലിയ ഉസ്താദ് പറയുന്നത് ഇതൊക്കെ സമൂഹത്തിന്റെ ഒരു ഭാഗമല്ലേ, അവരെയല്ലേ അടിച്ച് പുറം പൊളിക്കേണ്ടത് എന്നാണ് ഈ ഉസ്താദ് ചോദിക്കുന്നത്. കാണിക്കുറ്റി മുഖത്തായിരിക്കും, ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരുപക്ഷെ ഈ വലിയ ഉസ്താദിന് ഒരിക്കലും ചെറിയ ഉസ്താദിനെ പറയാൻ പറ്റില്ല. കാരണം എന്താ, വലിയ ഉസ്താദിന്റെ ഇരയാണ് ഈ ചെറിയ ഉസ്താദ്, ആ ചെറിയ ഉസ്താദിന്റെ ഇരയാണ് ഈ കുട്ടി. പിന്നെ എങ്ങനെയാണ് ചെണ്ട ചെന്ന് മദ്ദളത്തിനോട് പറയുന്നത്? അതൊന്നും ഈ ഉസ്താദിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കുഞ്ഞുങ്ങളെ മദ്രസയിൽ ചെറിയ പ്രായത്തിൽ കൊണ്ടുവിട്ടാൽ അവർ മത തീവ്രവാദികളോ ഭീകരവാദികളോ ആയി മാറും. അതുമല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റു ഉള്ളവരെ രതിവൈകൃതങ്ങൾക്ക് ഇരയാക്കുന്ന ശവഭോഗവും മൃഗഭോഗവും വരേക്കും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഇത്തരം വിജ്ഞാനങ്ങളാണ്. വർഷങ്ങളായി സമൂഹത്തോട് നിരന്തരം നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇതാണ്. ആധ്യാത്മിക രംഗങ്ങളിൽ നല്ല സാമൂഹ്യ ബോധവും പ്രതിബദ്ധതയും ധാർമ്മികതയും യുക്തിബോധവും വ്യക്തിത്വവുമുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റുന്നതിന്, കുഞ്ഞുങ്ങളായി മാറുന്നതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മക്കളെ ദർസുകളിലേക്ക് അയക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. അത് പറഞ്ഞു തരുവാണ്. അപ്പോ ഈ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള രീതികളാണെങ്കിൽ ഇത്തരം നേതൃത്വം നമുക്ക് എന്തിനാണ്? നമുക്ക് വേണോ മദ്രസകൾ? നമുക്ക് വേണോ ഇത്തരം ഉസ്താദുമാർ? നമുക്ക് വേണോ ഇത്തരം ദർസുകൾ? ഇതൊക്കെ സാമൂഹ്യ ബോധമുള്ള ആൾക്കാരാണോ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്? അല്ല, അനുഭവസ്ഥനാണ്, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ പറയുന്നത്. മദ്രസയിലെ ഉസ്താദുമാർ പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കട്ടെ വ്യഭിചാരത്തിനെതിരെ, അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. നമ്മളും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. യുക്തിവാദികൾ വെട്ടിത്തെളിച്ച വഴിയിലൂടെ ഇപ്പോൾ ഉസ്താദുമാർ നടക്കുന്നത് കാണുമ്പോൾ സന്തോഷം. ഇത്തരം ഉസ്താദുമാർ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരട്ടെ. അപ്പോ ഉസ്താദിനെ തെറ്റിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവും ഇതൊക്കെ വെച്ച് തന്നെയാണ് സ്വർഗത്തിലേക്ക് ആളെ കൂട്ടുന്നത്. അവിടെ ബാലന്മാരുണ്ട്, വിൽദാനും മുഖല്ലദൂൻ, കയ്യിൽ താലം പിടിച്ച് ഈ പുരുഷന്മാരെ ചുറ്റുന്ന ബാലന്മാർ സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഉസ്താദന്മാർ ബാലന്മാരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. സ്വർഗത്തിൽ പോയാലും ചെയ്യണ്ടേ, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ലെങ്കിലോ കിട്ടുന്ന സമയം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിട്ട് കിട്ടുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും. ഉസ്താദ് പബ്ലിക്കിൽ ഇത്തരം വിഷയങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഉസ്താദിന്റെ ഇത്തരം വൈകൃതങ്ങൾക്ക് ഇരയായിരിക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് അങ്ങനെ കാണിക്കൂ അത്ര.
അപ്പോ ഉസ്താദുമാരോട് കുട്ടികൾ പറയും, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട, നമുക്കറിയാം നിങ്ങളുടെ രീതികൾ, നമ്മളും ഇത് തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉസ്താദുമാർ കാണിക്കുന്ന തോന്യാസങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ആ സമുദായത്തിൽ നിന്നു തന്നെ, ആ മേഖലയിൽ നിന്നു തന്നെ പ്രതികരണങ്ങളുമായി ഉസ്താദുമാർ വരുന്നത് വളരെ നല്ല സൂചനയാണ്, നല്ല ലക്ഷണമാണ്. അവരെയൊക്കെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കാരോടും അസഹിഷ്ണുതയില്ല. ആര് നല്ലത് പറഞ്ഞാലും, അംഗീകരിക്കാൻ സാധിക്കുന്ന വിഷയം ആര് പറഞ്ഞാലും നമ്മൾ അതിനെ കണ്ണടച്ച് അംഗീകരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ